Welcome to Flavors of India. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഹംപിയിൽ നിന്നും എത്ര പെട്ടെന്നാണ് ഒരു കടൽ തീരത്തെത്തി നിൽക്കുന്നത്. എൻ്റെ ചുറ്റും നോക്കിക്കോളൂ, ഒരു സൈഡിൽ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല. ഒരു ബ്യൂട്ടിഫുൾ കോസ്റ്റൽ ലൈനിലാണ് ഞാൻ നിൽക്കുന്നത്, ഒരു ബീച്ച് ഏരിയയിൽ, ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ ഹംപി എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജ് സിറ്റി ആയിരുന്നു. അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ വിശദമായി തന്നെ കണ്ടു. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വീണ്ടും ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാണാനുണ്ടെന്നറിയോ? തലസ്ഥാന നഗരിയാണ്, എൻ്റെ സ്വദേശമാണ്. അതുകൊണ്ട് എനിക്കിവിടെ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ എവിടേക്ക് തിരിഞ്ഞാലും കാണാൻ കാഴ്ചകൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടില്ലാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ്. എങ്കിലും കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് വരാതെ. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ട്രിവാൻഡ്രം ശംഖുമുഖം ബീച്ച് ഏരിയയിൽ നിന്നും ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലമാണ്. വെട്ടുകാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വെട്ടുകാട് എന്ന് പറഞ്ഞാൽ വെട്ടുകാട് പള്ളി, അതാണ് ഏറ്റവും വലിയ വിശുദ്ധ ദേവാലയം. അതാണ് ഈ കാണുന്നത്. ഞാൻ അതിൻ്റെ ഫ്രണ്ടിലാണ്. പള്ളിയിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനു മുന്നേ തന്നെ കുറച്ച് നേരം ഇവിടുത്തെ ബീച്ച് കാഴ്ചകൾ, കടലിങ്ങനെ. കാര്യം ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ സൂര്യൻ അസ്തമിക്കും. സണ്ണിങ്ങനെ താഴേക്ക് വന്ന് തുടങ്ങിക്കഴിഞ്ഞു, കണ്ടല്ലേ? അപ്പോൾ ഇതാണ് പറ്റിയ സമയം ബീച്ചിലേക്ക് വരാനായിട്ട്. ബീച്ച് ഏകദേശം ഇങ്ങനെ കയറി വരണു. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടം വരെ വെള്ളം കയറുന്നതാണ് തോന്നുന്നത്. തിരമാലകളുമായി മല്ലടിക്കാലാണ് കടലെന്ന് പറഞ്ഞാൽ നമ്മൾ ബീച്ചിൽ വന്നാൽ എല്ലാവരും ആസ്വദിക്കുന്ന കാര്യം അത് തന്നെയാണ്. വേവ്സുമായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. ഇവിടം വരെ വന്നു പോകുന്നുണ്ട് ഇഷ്ടം പോലെ. ഇതൊരു വലിയൊരു കോസ്റ്റൽ ലൈനാണ്. ശരിക്കും ശംഖുമുഖം ബീച്ചിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ ഭാഗമെല്ലാം തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ ക്രൗഡില്ല. ഇവിടെ പള്ളിയിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നോക്കും. പിന്നെ ഇവിടെ ധാരാളം ഫിഷർമെൻ ആൾക്കാരുള്ള സ്ഥലമാണ്. ഒരുപാട് ഫിഷിംഗ് ബോട്ട്സ് ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ബീച്ച് ആസ്വാദനത്തിനല്ല ആൾക്കാർ കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വന്നാൽ ബീച്ചും ആസ്വദിക്കും, അല്ലേ? ഇപ്പോൾ പാവം പോലെ ഇരിക്കും കടലിൻ്റെ തിര. നമ്മൾ ചെറിയ തിരമാലകളായിരിക്കും കാണുന്നത്, പക്ഷെ ചിലപ്പോൾ വരുന്നത് വലുതായിരിക്കും. എന്തായാലും കാല് നനയ്ക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ഇനി നടന്ന് തുടങ്ങാം. ആകെ നനഞ്ഞാൽ കുളിരില്ല എന്ന് പറയില്ല, അതുപോലെയാണ്. ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നനയാൻ ഭയങ്കര സന്തോഷമാണ്. കുറച്ചു നാളായി ഞാൻ കടൽ തീരത്തെല്ലാം വന്നിട്ട്. കടലുമായി ഇങ്ങനെ എത്ര ബീച്ചസിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് അറിയാമോ? ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടൽ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരുപാട് ബീച്ചസിലൂടെയൊക്കെ നടന്നിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ. പക്ഷെ ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കടൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. പക്ഷേ ഇന്ന് സത്യത്തിൽ കടൽ തീരത്ത് വരാൻ പറ്റിയൊരു ആരോഗ്യസ്ഥിതിയിലല്ല. നല്ല ചുമ, ജലദോഷം, പനിയൊക്കെ ആയിട്ടിരിക്കുവാണ്. എങ്കിലും നമ്മൾ ഒരു ഷൂട്ടിൻ്റെ ആവശ്യമായി വന്നതാണ്. വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാതിരിക്കാൻ പറ്റില്ല, അതാണല്ലോ നമ്മളുടെ ഒരു സ്വഭാവം. അപ്പോൾ അതനുസരിച്ചിട്ട് എന്തുണ്ടോ നമ്മളത് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ കടലാണ് നമ്മളുടെ ഏറ്റവും നല്ല എൻജോയ്മെൻറ്റ്.
സൂര്യൻ ഇങ്ങനെ താഴേക്ക് വരുന്ന കാഴ്ചയാണിപ്പോൾ. കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന കാണാം. പക്ഷെ നമ്മൾ അതിന് മുന്നേ തന്നെ വെട്ടുകാട് പള്ളിക്കകത്ത് പോയി പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വിശേഷങ്ങൾ അതിനോടനുബന്ധിച്ചുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. മാദ്രേ ദേ ദേവൂസ് എന്നുള്ള അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് പള്ളിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഇതൊരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യം മനസ്സിലായല്ലോ. അപ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കുകയും നേരിൽ വരാൻ ആഗ്രഹിക്കുകയും വരാൻ പറ്റുന്നവരെല്ലാം വരികയും ചെയ്യുന്ന ഒരു ദേവാലയം. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഒരു 500 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഇതിൻ്റെ ആദ്യത്തെ ദേവാലയത്തിന്. അത് അന്നൊരു ചെറിയൊരു കുരിശ്, ഒരു ചെറിയൊരു പള്ളി എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കെട്ടിടം ചെറിയൊരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് 15-ാം നൂറ്റാണ്ടിൽ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഇവിടെ സന്ദർശിച്ചതായിട്ട് രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വന്ന കാലഘട്ടത്തിൽ ഒരു 1543-ക്കും 1547 ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചത്. അദ്ദേഹം വന്ന് വരുമ്പോൾ ഒരു കുരിശും ഒരു ക്രോസും, ഒരു ഹോളി ക്രോസും, ഒരു ചെറിയൊരു ഷാക്ക് പോലെ ഒരു സംവിധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിൽക്കാലത്ത് ഓരോ വർഷം കഴിയും തോറും ഇത് വലുതായി വരികയായിരുന്നു. ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ഈ പള്ളി ഒരു വലിയൊരു പള്ളിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ആദ്യത്തെ പള്ളിയുടെ പണി, അതായത് ഇപ്പോൾ ഈ നിൽക്കുന്ന പള്ളിയുടെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പള്ളിയുടെ ആ ദേവാലയത്തിൻ്റെ പണി തുടങ്ങുന്നു ഒരു പീരീഡ് ഓഫ് ടൈമിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ പള്ളി എന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്, പണി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം മുന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് അകത്ത് കയറി കണ്ടാൽ നമ്മൾക്ക് അതിശയിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ. നമ്മൾ റോമിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന പോലത്തെ ദേവാലയങ്ങളുടെ ഉള്ളിലെ കാഴ്ചകളാണ് ഉള്ളിലുള്ളത്. അത്ര മനോഹരമായ ഗംഭീരമായ ഒരു പള്ളിയാണ്. വളരെ വിശുദ്ധമായ പള്ളി. ഒരുപാട് ആൾക്കാർ വരുന്നു, ആരാധകർ വരുന്നു. പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്ന ദൈവം, അങ്ങനെയാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പള്ളി, ഇത് മദർ മേരിയുടെ പള്ളി തന്നെയാണ്. ആയിരത്തി 1934 ഇവിടുത്തെ ആദ്യത്തെ പള്ളിയുടെ പണി തുടങ്ങിയെന്നാണ് പറയുന്നത്. ഒരു 1937 ആയപ്പോൾ പണി പൂർത്തീകരിച്ചു. ആ പള്ളിയായിരുന്നു കുറേ കാലം വരെ, എത്രയോ വർഷങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു 10-15 വർഷം മുന്നേ തന്നെ ഈ ഒരു പള്ളിയുടെ പണി തുടങ്ങി. ഒരു വർഷം മുന്നേ ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കരമായ നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. കാര്യം പള്ളിയോട് ചേർന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ കടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്, കടലിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പള്ളി നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ നവംബർ മാസത്തിലാണ് നടക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ആഘോഷമാണത്. അത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണെന്നറിയോ ആ സമയത്ത് ഇവിടെ വരുന്നത്. ക്രിസ്തുരാജ്യത്തെ പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ഫീസ്റ്റാണ് ആ 10 ദിവസം ഇവിടെ നടക്കുന്നത്. അതൊരു ഭയങ്കര ആഘോഷമാണ്. ആ 10 ഡേയ്സിൽ ഒരുപാട് തീർത്ഥാടകർ, വിശ്വാസികൾ വരുന്ന സ്ഥലമാണ്. നവംബർ മാസത്തിൽ വന്നാൽ ഇവിടെ സൂചി കുത്താനുള്ള ഇടം പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ നമുക്കിനി ഉള്ളിൽ പോയി പ്രാർത്ഥിക്കാം. സ്റ്റാച്യൂയുടെ ഫ്രണ്ടിലാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആവലാതികളും അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പിന്നിലെ ഒരു ചരിത്രം എന്ന് പറയുന്നത് വെട്ടുകാട് സ്വദേശിയായ ഫാദർ ഹിലാരിയുടെ അദ്ദേഹത്തിനെ പുരോഹിതനായിട്ട് സ്ഥാനാരോഹണം കൊടുത്ത അതിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട്, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഈ പള്ളിക്ക് വേണ്ടി സമർപ്പിച്ചതാണ് ഈ ക്രിസ്തുദേവൻ്റെ ഈ ഒരു സ്റ്റാച്യു. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, അതിന് ശേഷമാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു സ്റ്റാച്യു ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ ഒരു പള്ളി കുറച്ചുകൂടെ പ്രശസ്തമായതെന്നും കുറേ കൂടി ഒരുപാട്, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ഇപ്പോഴും നോക്കൂ, വെട്ടുകാട് പള്ളി ഇത്രയും വലുതായിട്ട് ആധുനികമായ രീതിയിൽ പണിത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തോളമായി. അത്രയും ഭയങ്കര വലിയൊരു പള്ളിയാണിത്. കാണേണ്ട ഒരു പള്ളിയാണ്. എങ്കിലും ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അപ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അദ്ദേഹം സാധിച്ചു തരുമെന്നാണ് വിശ്വാസം.
ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ വേദനകളും മാറുമെന്നാണ് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ, നേർച്ചകളെല്ലാം ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് മെയിൻ പള്ളിയുടെ തൊട്ട് പിന്നിലായിട്ടാണ് കാണുന്നത്. നമ്മളിങ്ങനെ വരികയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ആദ്യം അത് കണ്ടിട്ടാണ് പള്ളിയിലേക്ക് പോകേണ്ടത്. ഇതൊരു വിശുദ്ധ ദേവാലയം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 500 വർഷത്തോളം പഴക്കമുള്ള ദേവാലയം. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ അല്ല ഇപ്പോൾ അതിൻ്റെ ഒരു വളർച്ചയാണ്. വിശ്വാസം, കാര്യം ഇവിടെ വരുന്ന വിശ്വാസികളുടെ എണ്ണം കണക്കാക്കുമ്പോൾ തന്നെ അറിയാം അത് അത്രത്തോളം ആണ്. കൂട്ടുകാട് പള്ളിയിലേക്ക് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാം തുടങ്ങി തന്നെ 10 വർഷത്തിൽ കൂടുതലായി. തുടക്കം തൊട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഞാൻ ആലോചിച്ച സമയം തൊട്ട് പള്ളിയിൽ പണി നടക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ക്ലോസ് ഡൗൺ ചെയ്ത് മനസ്സിലായില്ലേ, അത് ആ പള്ളി, പഴയ പള്ളി ഇടിച്ചിട്ട് പുതിയ പള്ളി കെട്ടുന്ന പരിപാടി നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു 10 ഇയേഴ്സായി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണത് 1 വർഷമേ ആയിട്ടുള്ളത് പൂർത്തിയായിട്ട്. അപ്പോൾ എനിക്കിപ്പോഴാണ് ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടായത്. ആ ഒരു 10 വർഷം 9 വർഷത്തോളം ഞാൻ ഇതിൻ്റെ ചുറ്റും പരിസര പ്രദേശങ്ങളിലെല്ലാം കറങ്ങി നടന്നെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ ഇവിടെ വന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ സമയം. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്ന് നമ്മൾ വന്നതിന് ഒരു കാര്യം കൂടിയുണ്ട്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ വളരെ സ്വാദിഷ്ടമായ സീ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു കടയുണ്ട്. എൻ്റെ തൊട്ട് പിന്നിൽ കാണാം. അത് കടലോരം എന്നാണ് കടയുടെ പേര് തന്നെ. കടലിനോട് ഇത്രയും ചേർന്ന് കിടക്കുന്ന ഒരു കട ഇത്രയും ഒരുപക്ഷെ കോവളം സൈഡിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ശംഖുമുഖത്തിനടുത്തൊന്നും കാണാൻ സാധ്യതയില്ല. ഇതിപ്പോൾ ശംഖുമുഖം കടപ്പുറത്തുനിന്ന് ഏതാണ്ട് 2 കിലോമീറ്റേഴ്സ് ഉള്ളി. അപ്പോൾ ഈ കടലോരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കടലിനോട് ചേർന്ന് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ സീ ഫുഡ് ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നത്. കടൽ വിഭവങ്ങൾ, നല്ല പിടയ്ക്കുന്ന മീനിൻ്റെ വിഭവങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള മത്സ്യ വിഭവങ്ങളാണ് ഇവരുടെ പ്രത്യേകത. 6 മാസമായിട്ടുള്ള ഈ ഷോപ്പ് തുടങ്ങിയിട്ട് പക്ഷേ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ അറിഞ്ഞ് വരുന്നു. ഒരു രാവിലെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 11 o'clock വരെ ഓപ്പൺ ആണെന്നാണ് പറയുന്നത്. നമുക്കിഷ്ടപ്പെട്ട ഏത് തരം സീ ഫുഡ് ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എൻ്റെ ആംബിയൻസ് ഗംഭീരമാണല്ലോ. കടൽ കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ വന്ന് നല്ല കടൽ മീനുകളെല്ലാം കഴിച്ചിട്ട് പോകാം. ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ടുള്ളൊരു പരിപാടിയില്ല. എല്ലാം സ്ട്രെയിറ്റ് ഫ്രം ദ സീ. നേരെ കടലിൽ നിന്ന് വരുന്ന മീനുകൾ പിടിക്കുന്നു, ഉണ്ടാക്കുന്നു, നമ്മൾക്ക് തരുന്നു. അപ്പോൾ എന്തായാലും കടലോരത്തിലേക്ക് പോകും. ഹലോ, നമ്മൾ കടലോരം അന്വേഷിച്ചെത്തി. ഇത് കടലോരം റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് മിസ്റ്റർ സജു. ഇതൊരു 6 മാസമായിട്ടുള്ളൂ അല്ലേ സ്റ്റാർട്ട് ഓഫ് ചെയ്ത്. പക്ഷെ ഭയങ്കര പേരായല്ലോ ഇപ്പം തന്നെ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ. റെഫറൻസ് ഇങ്ങനെ കിട്ടിയാണല്ലോ നമ്മൾ വരുന്നത്. നല്ല ഭക്ഷണമാണ് ഇവിടുത്തെ, നല്ല സീ ഫുഡ് ഐറ്റംസ് ആണെന്നൊക്കെ പറഞ്ഞു. നല്ല ആംബിയൻസ്. കുറച്ച് സെലിബ്രിറ്റീസ് അധികം വരുന്നുണ്ട്. കുറച്ച് സെലിബ്രിറ്റീസ് എഴുതാൻ തുടങ്ങി എന്നുള്ളതാണ് വേറെ പ്രത്യേകത. അത് ശരി. എം ജയചന്ദ്രനെ പോലുള്ള ആൾക്കാർ അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. എം ജയചന്ദ്രനൊക്കെ ശരിക്കും മീന് മാത്രമേ കഴിക്കുള്ളൂ. പുള്ളിയുടെ വൈഫ് പക്ക വെജും കൂടെയാണ്. പക്ഷെ പുള്ളി മീന് മാത്രമേ കഴിക്കുള്ളൂ. പുള്ളി വന്നിട്ട് ശരിക്കും എഴുതും. മണിയം പിള്ള രാജു, അങ്ങനെ ഒത്തിരി ഇനി എത്രയോ ആൾക്കാർ വരാനിരിക്കുന്നു സെലിബ്രിറ്റീസ് അല്ലേ, രാഷ്ട്രീയക്കാരായിട്ടുള്ള കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞു റെഫറൻസ് ഉണ്ടായിരുന്നു ഈ കടലോരത്തിനെ കുറിച്ച്. ഇത് അകത്തിരിക്കാനായിട്ടും നല്ല സൗകര്യമുണ്ട് അല്ലേ റെസ്റ്റോറൻറ്റ്. പിന്നെ പുറത്ത് ഈ ഒരു ഹട്ടാണുള്ളത്. ഇവിടെ നമുക്ക് 16 പേർക്ക് ചെറിയ പാർട്ടീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു 10-20 പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ. ഈ റെസ്റ്റോറൻറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സത്യത്തിൽ? ഞാൻ കേട്ടറിഞ്ഞത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യമൊക്കെ കിട്ടും. അതെ, നമ്മള് ഇന്ന് കിട്ടുന്ന മീന് മാത്രമേ നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. നാളത്തേക്ക് വെച്ച് പരിപാടിയില്ല. ഫ്രഷ് സാധനം നാളെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നാളെ ഉച്ചത്തെ ഡിഷിന്റെ ആ സമയം വരെ അതുണ്ടാവും മാക്സിമം. ചില സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. നമ്മൾ ഹമൂർ പോലെയുള്ള മീനൊക്കെ ഉച്ചയ്ക്ക് ചൂണ്ടയിൽ പിടിച്ചിട്ട് വരുന്ന സാധനം. ഹമൂർ ഇവിടെ നിന്നാണോ? ഇവിടെ കിട്ടും. ആണോ? അത് ശരി. ഇവിടുത്തെ മലയാളം പേര് പറഞ്ഞ ഹമൂർ, കലവ. നല്ല ടേസ്റ്റുള്ള മീനാണ് കലവ. അപ്പോൾ ആ സാധനം നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കിട്ടുന്നത്. ചൂണ്ടയിൽ പിടിക്കുന്ന മീൻ കുറച്ചുകൂടെ ഫ്രഷ് ആണെന്ന് പറയുന്നത്. അപ്പം പിടിക്കുന്നതല്ലേ? ചൂണ്ടയിൽ പിടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് കമ്പവല എന്ന് പറഞ്ഞിട്ട്. കമ്പവല കരയിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്ന സാധനം, നല്ല പിടയ്ക്കുന്ന അതേപോലെ തന്നെ കിട്ടും. അതാണ് ഇങ്ങനെ നെറ്റിട്ട് അല്ലേ? രണ്ട് കരയിൽ നിന്നിട്ട് ആൾക്കാർ വലിച്ച് കരയിലേക്ക് എടുക്കുന്ന അതിനകത്ത് ജീവനോടെ പിടയ്ക്കുന്ന സാധനം. പിന്നെ എല്ലാ മീനും എല്ലാ സ്ഥലത്തും കിട്ടില്ല. ഇപ്പൊ നമ്മള് അയില, ചൂര അതൊക്കെയാണ് സാധാരണ ഈ ഭാഗത്തൊക്കെ. പിന്നെ കുറച്ച് നമ്മൾ വിഴിഞ്ഞം,
മരിയനാട്, പെരുമാതുറ, അങ്ങോട്ട് കുറച്ചും കൂടെ വൈഡായിട്ട് കുറച്ചുകൂടെ ആഴക്കടലിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ പോകും. അവിടെയാണ് ഡീപ് സീലുള്ള ആവോലി, നെമ്മീന്, മോദ, ഹമൂറ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, അമൂറൊക്കെ അപ്പൊ അവിടെ പോയിട്ട് ബോട്ടിൽ പോയിട്ടാണോ ഫിഷിങ്ങിനെ ചൂണ്ടയിട്ട് ചൂണ്ടയിട്ടിട്ട് അവർ വൈകുന്നേരം 4:35 ഒക്കെ ആകുമ്പോഴാണ് തിരിച്ചു വരിക. ഓക്കെ, എത്ര മണിക്ക് പോകുന്നത് ഇവിടെ? അവർ ഉച്ചയ്ക്ക് രാവിലെ ഒരു 10 മണി പോയിട്ട്. വേറൊരു ടീം രാവിലെ ഒരു 5:05 5:30 ആകുമ്പോഴത്തേക്കും കടലിൽ പോകുന്നുണ്ട്. അവര് പോയിട്ട് ഒരു 10:30-11 ചില ആൾക്കാർ വൈകുന്നേരം 4 മണിക്ക്, അത് വലക്കാര്, വലയുടെ ആൾക്കാർ വൈകുന്നേരം 4 മണിക്ക് പോയിട്ട് രാവിലെ 5:30-6 മണിക്ക് തിരിച്ചു. ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ നമുക്ക് മീൻ സമയം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ടൈം അനുസരിച്ച് നമുക്ക് പഞ്ഞമില്ല. ഓക്കെ, അതുകൊണ്ട് കഴിക്കാൻ വരുന്നവർക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് പിന്നെ കൊഞ്ച് എന്ന് പറയുന്ന സാധനം മാത്രമാണ് കുറച്ചും കൂടെ വടക്കുള്ള. ട്രിവാൻഡ്രം ഭാഗത്ത് കൊഞ്ച് കുറച്ച് കുറവാണ്. കൊല്ലത്തുനിന്നൊക്കെയാണ് നമുക്ക് രാവിലെ തന്നെ എത്തിക്കുന്ന സാധനം. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഒരു കടയിലും പോയി ഒരു വണ്ടിയിലും പോയി മീൻ മേടിക്കുന്നില്ല. സ്ട്രേറ്റ് ഫ്രം ബോട്ടാണ് നമ്മള്. സ്ട്രേറ്റ് ഫ്രം ബോട്ട്. അതെ. ഓക്കെ, ബോട്ടിൽ നിന്ന് നേരെ കടയിലേക്കാണ് വരുന്നത്, നേരിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടുത്തെ പിന്നെ ഡിഷസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഫ്രൈസ് ആണോ വറുത്ത് കൊടുക്കുന്ന? വറുത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേകതയാണ് അല്ലേ? ചക്കിലാട്ടിയെടുക്കുന്ന ആ വെളിച്ചെണ്ണ. ചക്കിലാട്ടിയെടുത്ത വെളിച്ചെണ്ണ എവിടെ കിട്ടും? നന്നായിട്ട് കിട്ടുന്ന ഞാൻ വാങ്ങുന്ന 3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ആനേറ ഒരെണ്ണമുണ്ട്, കുമാരപുരത്ത് ഒരെണ്ണമുണ്ട്, മണക്കാട്. കറക്റ്റ് അവിടെ നിന്ന് തന്നെ വാങ്ങും. അപ്പൊ ശുദ്ധമായ വെളിച്ചെണ്ണ. അതായത് നമ്മളൊരു ദിവസം കുറഞ്ഞത് 20 കിലോ വെളിച്ചെണ്ണയിലും വേണ്ടി വരുന്നുണ്ട്. കാര്യം റീയൂസ് ഇല്ല. മനസ്സിലായി. 20 കിലോ വേണമെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി റീയൂസ് ഉണ്ടാവില്ല. കിച്ചനകത്ത് കയറുമ്പോൾ കാണാം മനസ്സിലാവും, നല്ല നീറ്റായിട്ടിരിക്കും. എണ്ണ മേടിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ധൈര്യപൂർവ്വം വരിക കടലോരത്തേക്ക്. നല്ല ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്ത ഭക്ഷണം കഴിക്കാം. ഒരു മായവും ചേർത്തിട്ടില്ല. എണ്ണ ഒരിക്കൽ യൂസ് ചെയ്ത എണ്ണ റീയൂസ് ചെയ്യുന്നില്ല. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മൾ ഈ ബ്രാൻഡഡ് വെളിച്ചെണ്ണകളൊക്കെ അല്ലേ സാധാരണ വീടുകളിൽ പോലും ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടിലും അതുപോലെ തന്നെ ഒരു സാധനം നമ്മൾ ഇതിൻ്റെ എനിക്ക് അതിന്റെ ശാസ്ത്രീയ വശം അറിഞ്ഞുകൂടാ. എന്നാലും മത്സ്യവും പാലിന്റെ ബൈ പ്രോഡക്ട്സോ വിരുദ്ധാഹാരം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മള് ചായ ഉൾപ്പെടെ ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, അതൊന്നും കേട്ടുന്നില്ല, മീനുമായിട്ട് അടുപ്പിക്കുന്നില്ല. ചായ ഇല്ല, നാരങ്ങ വെള്ളമാണ് അതുകൊണ്ടല്ലോ കുഴപ്പമില്ല. പിന്നെ ചോറും ഇവിടെ എങ്ങനെയാണ് ലഞ്ചിന്? പിന്നെ നമ്മള് നെയ്ച്ചോറാണ് ഇവിടുത്തെ. എനിക്ക് തിരുവനന്തപുരത്ത് നെയ്ച്ചോറും മീനുകറിയും കോമ്പിനേഷൻ കിട്ടുന്ന ഒരേ ഒരു കടയായിരിക്കും ഇപ്പോൾ. ഞാനിപ്പോ മനസ്സിലായി, അതാണ് ഞാൻ എന്താണ് നെയ്ച്ചോറും മീനും, അതൊരു കോമ്പിനേഷൻ അല്ലേ? അപ്പൊ റൈസ് ഇല്ല, സാധാരണ ചോറില്ല. അപ്പൊ വേണമെങ്കിൽ നെയ്ച്ചോറിന്റെ കൂടെ തന്നെ കഴിക്കണം. കോമ്പിനേഷൻ. അപ്പൊ രാത്രിയാണെങ്കിലോ? രാത്രിയും സെയിം മെനു തന്നെയാണ് മൊത്തത്തിലുള്ളത്. നമുക്കിവിടെ കഴിക്കാൻ 3 ഓപ്ഷൻസ് ഉള്ളൂ. നെയ്ച്ചോറ്, ചപ്പാത്തി, അപ്പം. ചപ്പാത്തി, അപ്പം ആൻഡ് നെയ്ച്ചോറ്. ഓക്കെ, പുട്ടൊന്നും ഇനി എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. വന്നാൽ കുറച്ചുകൂടെ ഹെവി ആകും. അതുകൊണ്ട് കച്ചവട തന്ത്രമാണ്. മീൻ കൂടുതൽ കഴിക്കണം എന്നുള്ളതാണ്. ഓക്കെ, മീനിനോട് കൂടുതൽ പ്രാധാന്യം. മീൻ കൂടുതൽ കഴിക്കട്ടെ. മീനാണ് മനുഷ്യന് ഏറ്റവും വേണ്ട ഒരു കാര്യം. ഇഷ്ടംപോലെ കാൽഷ്യവും എല്ലാ കാര്യങ്ങളും കിട്ടാനായിട്ട് നല്ലൊരു കോൺസെപ്റ്റാണ് സത്യത്തിൽ. അത്രയും കച്ചവടം മനസ്ഥിതി ഇല്ലാണ്ട് ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണല്ലോ. അപ്പോൾ കടലോരം നോട്ട് ദ പോയിന്റ്. ഇവിടെ തന്നെ വരിക. വെട്ടുകാട് പള്ളിയുടെ നേരെ ഫ്രണ്ടിലാണ്, കടലിനെ അഭിമുഖീകരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഫേസിങ് ദ സീ. ബ്യൂട്ടിഫുൾ പ്ലേസ്. കുഞ്ഞു സ്ഥലമാണ്, പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പം നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മീനുണ്ട്. പിന്നെ കറിയായിട്ട് ഒന്നുമില്ല. അതിനകത്ത് നമ്മൾ ചൂരപ്പുളിയും ചൂരപ്പുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് ഉണ്ട്. ചൂര വെച്ചുണ്ടാകും. അത് തേങ്ങയില്ലാത്ത കറിയായിരിക്കും. തേങ്ങയില്ലാത്തത് കുടംപുളി ഇട്ട് പിന്നെ ഉള്ള തലക്കറിയാണ്. ആ തലക്കറി എന്ന് പറയുന്നത് തന്നെ ഇന്ന് നമുക്ക് എന്തൊക്കെ മീൻ കിട്ടുന്നു അതിന് തല മാത്രമേ യൂസ് ചെയ്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ക്വാണ്ടിറ്റി തലക്കറി ഉണ്ടാവില്ല. കൂടിപ്പോയ ഒരു 4 തല അങ്ങനെയൊക്കെ ഉണ്ടാവും. ബിഗ് ഫിഷ് തല, വലിയ ചെറിയ തലയില്ല. അയലയുടെ തലയൊന്നും ഇല്ല. അല്ലല്ല, അതൊന്നുമില്ല. നമ്മൾ നെമ്മീന് അതിന്റെയൊക്കെ തലയാണ് സാധാരണ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ എന്തെങ്കിലും ഒരു ചൂരപ്പുളി എന്തെങ്കിലും ഒക്കെ കാണാമല്ലോ അല്ലേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ.